Hi students, welcome to this class. In this class we study, here we have seen the topology based classification of the active filters. I think you know about series active filter, shunt active filters. So in this class we study about both series active filter and shunt active filter once again, and we see about the hybrid filter also. So this what you mean by series active filter? Series active filter, it is connected before the load in series with the mains using a matching transformer to eliminate voltage harmonics and to balance and regulate the terminal voltage of the load or line. See, it is connected before the load with a matching transformer, and this we call as a series active filter. അതായത് ലോഡിൻ്റെ ബിഫോറും ഒരു മാച്ചിങ് ട്രാൻസ്ഫോമർ ത്രൂ കണക്ട് ചെയ്യുന്നതാണ് ഒരു സീരീസ് ആക്റ്റീവ് ഫിൽട്ടർ. സോ സീരീസ് ആക്റ്റീവ് ഫിൽട്ടർ എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു ബാലൻസ് ദി വോൾട്ടേജ് ഹാർമോണിക്സ്. വോൾട്ടേജ് ഹാർമോണിക്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരീസ് ആക്റ്റീവ് ഫിൽട്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. So it has been used to reduce the negative sequence voltage and regulate the voltage on the three-phase system. അതായത് വോൾട്ടേജ് നെഗറ്റീവ് സീക്വൻസ് വോൾട്ടേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് മെയിനായിട്ട് എന്ത് ഉപയോഗിക്കുക, സീരീസ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് മെയിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്. So it can be installed by electrical utilities to compensate voltage harmonics, to damp out harmonic propagation caused by resonance with line impedance and passive shunt compensators. അതായത് പാസീവ് ഷണ്ട് കോമ്പൻസേറ്റർ കൊണ്ടുണ്ടാകുന്ന റെസനൻസ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം ഒക്കെ ഡാമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ഉപയോഗിക്കാം? സീരീസ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഇവിടെ ഉപയോഗിക്കാം. സോ ഇവിടെ നോക്കിയാൽ മതി, ഒരു സീരീസ് ആക്റ്റീവ് ഫിൽട്ടേഴ്സ് ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു മാതിരി ഉണ്ട് വെച്ചാൽ ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടറിൻ്റെ കൂടെ, അതായത് ഷണ്ട് പാസീവ് ഫിൽട്ടറിൻ്റെ കൂടെ ഒരു സീരീസ് ആക്റ്റീവ് ഫിൽട്ടർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സീരീസ് ആക്റ്റീവ് ഫിൽട്ടർ ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടർ ഉണ്ടാക്കുന്ന റെസണൻസൊക്കെ അതെന്ത് ചെയ്തു? ഡാമ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഹൈബ്രിഡ് ഫിൽട്ടറിൽ ഷണ്ട് പാസീവ് ഫിൽട്ടറിൻ്റെ കൂടെ ഒരു സീരീസ് ആക്റ്റീവ് ഫിൽട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ അത് എഫക്റ്റീവ് ആയിരിക്കും. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇൻ സീരീസ് ആക്റ്റീവ് പവർ ഫിൽട്ടർ ദി APF, that is active filter power filter, is connected in series with the distribution line through an equivalent transformer. So this transformer is called as a matching transformer. The principal configuration of series active filter is like a shunt active filter, except that the interfacing inductor of shunt active filter is restored with interfacing transformer. നോക്കിയാൽ മതി, ഇതിൽ നിങ്ങൾക്ക് ഒരു ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടർ ആണെങ്കിൽ ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ടാവും. അതേപോലെ ഒരു സീരീസ് ആക്റ്റീവ് ഫിൽട്ടർ ആണെങ്കിൽ ഇവിടെ ഒരു മാച്ചിങ് ട്രാൻസ്ഫോമർ ഉണ്ടാവും. അത്രേ വ്യത്യാസമുള്ളൂ. ഒരു സീരീസ് ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടറും ഒരു സീരീസ് ആക്റ്റീവ് ഫിൽട്ടറും തമ്മിൽ വ്യത്യാസം, ഒരു ഇൻഡക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രാൻസ്ഫോമറായിട്ട് റീപ്ലേസ് ചെയ്ത്. ഓക്കെ, The series active filters are operated mainly as a voltage regulator. ഞാൻ നേരത്തെ പറഞ്ഞു, അത് വോൾട്ടേജ് ഹാർമോണിക്സിനെ ഡാമ്പ് ഔട്ട് ചെയ്യും ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഹാസ് എൻ ഹാർമോണിക് ഐസൊലേറ്റർ ബിറ്റ്വീൻ ദി നോൺ ലീനിയർ ലോഡ് ആൻഡ് ദി യൂട്ടിലിറ്റി സിസ്റ്റം. The series connected filter recommended for compensation of voltage unbalance, voltage sags and AC supply and harmonic distortion in load side. So series connected filter അത് എന്തിനാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്? അത് ഹാർമോണിക് ഡിസ്റ്റോർഷനും വോൾട്ടേജ് അൺബാലൻസും പിന്നെ AC സപ്ലൈയിലുള്ള ഹാർമോണിക് ഇൻബാലൻസും ഒക്കെ അത് ഓവർകം, അതായത് ഹാർമോണിക് ഡിസ്റ്റോർഷൻ ലോഡ് സൈഡിൽ ഉണ്ടാകുന്ന ഹാർമോണിക് ഡിസ്റ്റോർഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് സീരീസ് ആക്റ്റീവ് ഫിൽട്ടറിൽ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് വോൾട്ടേജ് ഡിസ്റ്റോർഷനെ ഓവർകം ചെയ്ത് വോൾട്ടേജ് ഇൻബാലൻസ്, അതായത് AC സോഴ്സിൻ്റെ ടെർമിനൽ വോൾട്ടേജ്, അതായത് ഈ ഇതിലുള്ള ഒരു ടെർമിനൽ വോൾട്ടേജ് എത്ര ഉണ്ടാവും അത്ര തന്നെ ഇവിടെയും ടെർമിനൽ വോൾട്ടേജ് അത് ഉണ്ടാക്കാൻ നോക്കും. സോ ഇവിടെ ഒരു 220 ആണ് ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ, സോ ഇതേപോലെ ഇവിടെയും 220 വോൾട്ടേജ്, ദാറ്റ് ഈസ് ടെർമിനൽ വോൾട്ടേജ്. അതായത് ഒരു ഹാർമോണിക്സ് കൊണ്ടൊന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ്ട് ഇത് നോക്കും. ഓക്കെ,
നെക്സ്റ്റ് വി സി അബൌട്ട് ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടർ. സോ ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടർ ഇതറിയാം, ഒരു ഇൻഡക്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, സോഴ്സും പിന്നെ നോൺ ലീനിയർ ലോഡും. അപ്പം സോ ദി ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടർ ഷോൺ ഇൻ ഫിഗർ ഈസ് എ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. സോ ഇത് നേരത്തെ വെച്ചാൽ നേരത്തെ ചെയ്ത വോൾട്ടേജ് കൺട്രോൾഡ് ഇൻവെർട്ടർ ആയിരുന്നു, വോൾട്ടേജ് കൺട്രോൾഡ് ഇൻവെർട്ടർ ആയിരുന്നു. ഇത് കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ്, which is connected in parallel to the load. It is controlled in such a way to generate the required reactive and harmonic current of the load. So ഇത് മെയിനായിട്ട് എന്തിനാണ് ഇത് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഹാസ് ടു generate the harmonic currents of the loads and to generate the required reactive and harmonic currents of the load. The shunt active power filter injects a current equal in magnitude but in phase opposition to the harmonic current. So അതെന്താ ചെയ്യുക? ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടർ നിങ്ങളെ ഒരു ഫിഫ്ത്ത് ഹാർമോണിക്സ് ഉണ്ടെങ്കിൽ ഫിഫ്ത്ത് ഹാർമോണിക്സിൻ്റെ അത്ര തന്നെ മാഗ്നിറ്റ്യൂഡിലുള്ള കറണ്ട്, ബട്ട് അതിൻ്റെ ഫേസ് ഓപ്പോസിഷനിൽ അതെന്ത് ചെയ്യും? അത് ഇഞ്ചെക്ട് ചെയ്യും. അത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അത് ക്യാൻസൽ ഔട്ട് ആവുകയും ചെയ്യും. സോ അങ്ങനെയാണ് ഈ ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ ഇവിടെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇൻ ദിസ് കേസ് ദി ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ operates as a current source injecting the harmonic components generated by the load but phase shifted by 180 degree. The principle is applicable to any type of load considered a harmonic source, moreover with an appropriate control scheme. സോ അത് ഇതിൻ്റെ കൺട്രോൾ സ്കീം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നല്ല കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ വർക്ക് ചെയ്യാനാവത്തുള്ളൂ. ദ ആക്റ്റീവ് പവർ ഫിൽട്ടർ ക്യാൻ ഓൾസോ കോമ്പൻസേറ്റ് ദി ലോഡ് പവർ ഫാക്ടറും ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. In this way the power distribution system sees the nonlinear load and active power filter as an ideal resistor. The control algorithm computes the reference for the compensation current to be injected by the shunt active power filter. So ഇവിടെ ഒരു ഷണ്ട് ആക്റ്റീവ് ഫിൽട്ടറിനുള്ള ഒരു കൺട്രോൾ അൽഗോരിതം ഉണ്ടാവും. ആ കൺട്രോൾ അൽഗോരിതം എന്ത് ചെയ്തു? എത്ര ഹാർമോണിക്കാണ് അതിൽ ജനറേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഫേസ് ഓപ്പോസിഷൻ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഫേസ് ഓപ്പോസിഷനായിട്ടുള്ള ഒരു കറണ്ട് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ, മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പൽ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് കോമ്പിനേഷൻ ഓഫ് സീരീസ് ആക്റ്റീവ് ആൻഡ് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടറാണ്. സോ ഈ കോമ്പിനേഷൻ ഓഫ് സീരീസ് ആക്റ്റീവ് ആൻഡ് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ നമ്മൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യൂണിഫൈഡ് പവർ ക്വാളിറ്റി കണ്ടീഷണർ എന്നാണ് പറയാം. സോ ദിസ് വി കോൾഡ് ആസ് UPQC, യൂണിഫൈഡ് പവർ ക്വാളിറ്റി കണ്ടീഷണർ എന്നാണ് ഇതിന് പേര്. അതായത് ഷണ്ട് ആക്റ്റീവും സീരീസ് ആക്റ്റീവ് ഫിൽട്ടറിനെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ പറയുന്നതാണ് യൂണിഫൈഡ് പവർ ക്വാളിറ്റി കണ്ടീഷണർ. സോ ഇതിൻ്റെ ഈ എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാം, എക്സ്പ്ലെയിൻ അബൌട്ട് ദി യൂണിഫൈഡ് പവർ ക്വാളിറ്റി കണ്ടീഷണർ or explain about the power quality conditioner. So power conditioner, explain any one of the power conditioners. അങ്ങനെ എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതാവുന്നേ ഉള്ളൂ. സോ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ DC link storage elements, that is either inductor or DC capacitor, is shared between two current source and voltage source bridges. So DC link storage elements, അതായത് ഇൻഡക്ടറോ ഓർ കപ്പാസിറ്ററോ അതെന്ത് ചെയ്തു? അത് രണ്ട് തരത്തിൽ ഇത് നോക്കുക. ഇവിടെ ഒരു DC ലിങ്ക് സ്റ്റോറേജ് എലമെൻറ്റ്സ് ഉണ്ട്, CDC ഉണ്ട്. ഇത് എന്ത് ചെയ്തു? ഇത് രണ്ടും സീരീസും ഷണ്ട് പവർ ഫിൽട്ടറിൻ്റെ അക്രോസ് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഈ ഷെയർ between two current source or voltage source bridges operating as active series and active shunt compensators. സോ ഇതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇതൊരു സീരീസ് ആക്റ്റീവ് പവർ ഫിൽട്ടർ പറഞ്ഞാൽ എന്താ? അതൊരു മാച്ചിങ് ട്രാൻസ്ഫോമർ ഉണ്ടാവും, പിന്നെ അതിനെ ഒരു കണക്ട് ചെയ്യുന്നതാണ് സീരീസ് ആക്റ്റീവ് പവർ ഫിൽട്ടർ. ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ എന്ന് വെച്ചാൽ ഒരു ഇൻഡക്ടറിനെ കണക്ട് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യുന്നതാണ് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ. സോ ഇതിൻ്റെ ട്രാൻസ്ഫോമറിനെ
എന്തായിട്ട് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നത് ഒരു ഇൻഡക്ടറായിട്ട് റിപ്ലേസ് ചെയ്യുന്നത്. സോ ഇത് ലോഡിൻ്റെ ഉണ്ടാകുന്ന ഇൻഡക്റ്റൻസ് ആണ്, ഇത് സോഴ്സിൽ ഉണ്ടാകുന്ന ഇൻഡക്റ്റൻസ് ആണ്. ഇനി ഈ ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്ററും സീരീസ് ആക്റ്റീവ് ഫിൽറ്ററും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, അതായത് ടു ഷണ്ട് ആക്റ്റീവ് ഫിൽറ്ററും 2 സീരീസ് ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ അക്രോസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു DC ലിങ്ക് ബ്രിഡ്ജ് നിങ്ങൾ കണക്ട് ചെയ്തു, DC ലിങ്ക് സ്റ്റോറേജ് എലമെൻറ്റ്. It is used in a single phase as well as 3-phase configuration. See this thing, series active power filter and shunt active power filter connected so that it can be used in single phase and 3-phase configuration. It is considered as an ideal active filter which eliminates voltage and current harmonics. സോ ഇത് എന്ത് ചെയ്തു, ഇത് വോൾട്ടേജും കറണ്ട് ഹാർമോൺസ്, വോൾട്ടേജ് ഹാർമോൺസ് ഏതായാലും എലിമിനേറ്റ് ചെയ്യുക സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ, ഷണ്ട് ഏത് എലിമിനേറ്റ് ചെയ്യുക, അതെ സോറി ഒരു കറണ്ട് ഹാർമോണിക്സ് ഏതായാലും എലിമിനേറ്റ് ചെയ്യുക, അതെ ഇത് വോൾട്ടേജ് ഹാർമോൺസ് എലിമിനേറ്റ് ചെയ്യുന്നത് സീരീസ് പവർ ഫിൽറ്റർ ആണെങ്കിൽ കറണ്ട് ഹാർമോൺസ് എലിമിനേറ്റ് ചെയ്യുന്നത് ഷണ്ട് പവർ ഫിൽറ്റർ, കറണ്ട് ഹാർമോൺസ് എലിമിനേറ്റ് ചെയ്യുന്നത് ഷണ്ട് ഫിൽറ്റർ ആയിരിക്കും അല്ലേ. സോ active power filter which eliminates voltage and current harmonics and is capable of giving clean power to critical and harmonic prone load. അതായത് ക്രിട്ടിക്കലും ഹാർമോണിക് പ്രോൺ ലോഡ്, അതായത് നിങ്ങളുടെ വീട്ടിലത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ പിന്നെ മെഡിക്കൽ ഇക്വിപ്മെൻറ്റ്സ് അതിനൊക്കെ കൂടുതലായിട്ട് ദീസ് ആർ ഓൾ വെരി ഹാർമോണിക് പ്രോൺ ലോഡ് അല്ലേ. അതായത് കൂടുതൽ സ്വിച്ചസ്, കൂടുതൽ പവർ ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ലോഡ്സിനാണ് കൂടുതൽ ഹാർമോണിക്സ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ആ രീതിയിലെ ലോഡ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഷണ്ട് ആക്റ്റീവും സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്ററിൻ്റെ കോമ്പിനേഷൻ അത് വിത്ത് DC ലിങ്ക്, DC സ്റ്റോറേജ് ലിങ്ക് ഇങ്ങനെ നിങ്ങൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്തു, ഏത് തരത്തിലെ ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യും, സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ വോൾട്ടേജ് ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യും, ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റർ കറണ്ട് ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യും. അതോടെ നിങ്ങൾക്കൊരു ക്ലീൻ പവർ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഏതിലേക്ക്, ലോഡിലേക്ക്. ഇറ്റ് ക്യാൻ ബാലൻസ് ആൻഡ് റെഗുലേറ്റ് ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ എലിമിനേറ്റ് ദി നെഗറ്റീവ് സീക്വൻസ് കറണ്ട്. സോ ഇത് ടെർമിനൽ വോൾട്ടേജ് ഏതാണെന്ന് നിങ്ങൾക്ക് മെയിനായിട്ട് ബാലൻസ് ചെയ്യുക സീരീസ് ആക്റ്റീവ് ഫിൽറ്റർ. അതായത് പിന്നെ അത് നെഗറ്റീവ് സീക്വൻസ് കറണ്ട് കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം ഏതാ എലിമിനേറ്റ് ചെയ്യുക, ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റർ. സോ അങ്ങനെ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ക്ലീൻ പവർ നിങ്ങൾക്ക് ലോഡിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ രണ്ട് രീതി വരും. ലോഡിൽ നിന്ന് വരുന്ന ഹാർമോണിക്സ് സപ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലീൻ ഇത് സോഴ്സിൽ നിന്ന് വരുന്ന ഒരു സൈനസോഡൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ യു ക്യാൻ കീപ് ദി സൈനസോഡൽ വേവ് ഫോം ഫ്രം ദി സോഴ്സ് വിച്ച് ക്യാൻ ബി സപ്ലൈഡ് ടു ദി ലോഡ് ആൾവേസ് ആൻഡ് ഓൾസോ സപ്രസിങ് ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹാർമോണിക്സ്. ഓക്കെ, ദി മെയിൻ ഡ്രോബാക്സ് ആർ ലാർജ് കോസ്റ്റ്, ഭയങ്കര കോസ്റ്റാണ്, ആൻഡ് കോംപ്ലക്സ് കൺട്രോൾ ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്. സോ ഇതിൽ കോംപ്ലക്സ് ആണ്, പിന്നെ കോസ്റ്റ് ഭയങ്കരമാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിന് പ്രോബ്ലം ഉള്ളൂ. അത് രണ്ടും ഈ മീൻസ് ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ ഇത് രണ്ടും ഈ രണ്ട് ഡിസഡ്വാൻറ്റേജും കുറേ നാളത്തേക്ക് ഉണ്ടാവില്ല, കുറച്ച് നാളത്തേക്ക് മാത്രമേ ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവും. Okay, next one we see about the hybrid filter. So ഈ hybrid filter എന്ന് വെച്ചാൽ the active power filters are better solution for power quality improvement, but they require high converter ratings. So to overcome the above drawbacks, the hybrid power filters are designed. So active power filter നല്ലതാണ്, പക്ഷേ അതിൽ ഒരു ഹൈ കൺവെർട്ടർ റേറ്റിംഗ്സ് ആണ് അതിന് മെയിനായിട്ട് ഉണ്ടാകുന്നത്. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഹൈബ്രിഡ് ഫിൽട്ടർ. ദി ഹൈബ്രിഡ് പവർ ഫിൽട്ടേഴ്സ് ആർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് പവർ ഫിൽട്ടേഴ്സ്. ദേ ഹാവ് ദി അഡ്വാൻറ്റേജ് ഓഫ് ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഫിൽട്ടേഴ്സ്. സോ അത് ഒരു ഹൈബ്രിഡ് പവർ ഫിൽട്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനാണ്. അതായത് ആക്റ്റീവ് പവർ ഫിൽട്ടേഴ്സും പാസീവ് പവർ ഫിൽട്ടേഴ്സിൻ്റെ കോമ്പിനേഷനാണ്
പാസീവ് ഫിൽറ്ററിൻ്റെ കോമ്പിനേഷനാണ് എന്ത് ഒരു ഹൈബ്രിഡ് ഫിൽറ്റർ. സോ ഇതിൽ നമുക്ക് പല കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. അത് രണ്ട് രീതി നിങ്ങൾക്കൊരു ഭാഗത്ത് എഴുതി വെക്കാം. ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്ററും ഷണ്ട് ആക്റ്റീവ് ഫിൽറ്ററും സീരീസ് ആക്റ്റീവ് ഫിൽറ്ററും എഴുതി വെച്ചോളൂ. ഇപ്പുറത്ത് ഷണ്ട് പാസീവ് ഫിൽറ്ററും സീരീസ് പാസീവ് ഫിൽറ്ററും എഴുതി വെച്ചോളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഷണ്ട് ആക്റ്റീവ് ഫിൽറ്ററും പിന്നെ സീരീസ് പാസീവ് ഫിൽറ്ററും. സോ നോക്കിയാൽ മതി, ഇത് ഇവിടെ വരുന്നുണ്ട് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്ററും സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്ററും. സോ ഇത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ അല്ലേ, ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്ററും സീരീസ് ആക്റ്റീവ് പവർ. സോ ഇത് നിങ്ങൾ എന്താ പറയുക, യൂണിഫൈഡ് പവർ ക്വാളിറ്റി കണ്ടീഷണർ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്ററും ഷണ്ട് പാസീവ് ഫിൽറ്ററാണ്. അപ്പോൾ ഷണ്ട് ആക്റ്റീവ് ഫിൽറ്ററുണ്ട്, ഷണ്ടിൻ്റെ ആക്റ്റീവ് ഫിൽറ്ററുണ്ട്, അത് ഷണ്ടിൻ്റെ പാസീവ് ഫിൽറ്ററുണ്ട്. പിന്നെ നെക്സ്റ്റ് ആക്റ്റീവ് പവർ ഫിൽറ്റർ ഇൻ സീരീസ് വിത്ത് ഷണ്ട് പാസീവ് ഫിൽറ്റർ. ആക്റ്റീവ് പവർ ഫിൽറ്റർ ഇൻ സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ ഇൻ സീരീസ് വിത്ത് ഷണ്ട് പാസീവ് ഫിൽറ്റർ. അതായത് ഒരു ഷണ്ട് പാസീവ് ഫിൽറ്ററിൻ്റെ സീരീസ് ആയിട്ട് ഒരു ആക്റ്റീവ് ഫിൽറ്റർ നിങ്ങൾ കണക്ട് ചെയ്യുക. പിന്നെ സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ വിത്ത് ഷണ്ട് വിത്ത് സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ വിത്ത് ഷണ്ട് പാസീവ് ഫിൽറ്റർ. അത് സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്ററും ഷണ്ട് പാസീവ് ഫിൽറ്ററിനുമായിട്ട് കോമ്പിനേഷൻസ്. സോ ഈ രണ്ട് കോമ്പിനേഷൻസാണ് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ ബാക്കി 3. സോ നമുക്കിവിടെ നോക്കാം ഓരോ കോമ്പിനേഷൻസായിട്ട്. ഓക്കെ, സോ ഈ 4 കോമ്പിനേഷൻസ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസും കൂടെ നിങ്ങൾ കാണാം.